കർണന് 300 കോടി ബജറ്റ്. പൃഥ്വിരാജിനെ നായകനാക്കി RS വിമൽ സംവിധാനം ചെയ്യുന്ന കർണന് 300 കോടി ബജറ്റ്. മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി ഒരുക്കുന്ന കർണന് 300 കോടിയാണ് മുതൽ മുടക്കുന്ന സംവിധായകൻ RS വിമൽ അറിയിച്ചു. 2 വർഷം മുൻപ് വരെ മലയാളത്തിൽ ബിഗ് ബജറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പരമാവധി 5-10 കോടി മുതൽ മുടക്കി നിർമ്മിക്കുന്ന സിനിമകളായിരുന്നു. എന്നാൽ ബാഹുബലി എന്ന സിനിമയുടെ വൻ വിജയത്തോടെ പണം മുടക്കി ഉദ്ദേശിക്കുന്ന പൂർണ്ണതയോടെ സിനിമ ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് നിർമ്മാതാക്കളും സംവിധായകരും എത്തിയിരിക്കുകയാണ്. താരങ്ങളെക്കാൾ സിനിമയുടെ ആകർഷണീയത ബജറ്റിനും ടെക്നിക്കൽ പെർഫെക്ഷനിലുമായി. അത്തരമൊരു ശ്രമമാണ് RS വിമൽ പൃഥ്വിരാജിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന കർണൻ എന്ന സിനിമ. ഈ ചിത്രത്തിന്റെ ബജറ്റ് ഹിന്ദി, തെലുങ്ക് ഭാഷകളിലെ സിനിമകളുടെ ബജറ്റിനെ മറികടക്കുകയാണ്. എഴുത്തുകാരനും സംവിധായകനും നായകനും ഒഴികെ മറ്റുള്ളവരിൽ ഭൂരിഭാഗവും മലയാളത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അന്തർദേശീയ നിലവാരത്തിൽ കർണൻ എന്ന ഇതിഹാസ നായകനെ ഈ സിനിമയിലൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് സംവിധായകന്റെ ലക്ഷ്യം. ബാഹുബലിയുടെ ഛായാഗ്രാഹകൻ സെന്തിൽ കുമാറാണ് കർണന്റെ ഛായാഗ്രാഹകൻ. സിനിമയുടെ സെറ്റ് നിർമ്മാണം പൂർത്തിയാകുന്നു. 6 മാസത്തെ വർക്ക് സെറ്റ് നിർമ്മാണത്തിന് വേണ്ടിവരും. വലിയ പ്രീ പ്രൊഡക്ഷൻ വർക്ക് സിനിമയ്ക്കുണ്ട്. ഹൈദരാബാദിൽ കർണൻ 3D അനിമേഷൻ ഫിലിമിന്റെ ജോലികൾ പൂർത്തിയാവുകയാണ്. 3D അനിമേഷൻ സിനിമയ്ക്ക് ശേഷമാണ് കർണന്റെ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുക. രാമോജി ഫിലിം സിറ്റിയിൽ സെറ്റിട്ടാണ് കർണന്റെ കൂടുതൽ ഭാഗങ്ങളും ചിത്രീകരിക്കുന്നത്. ചില ഉത്തരേന്ത്യൻ ലൊക്കേഷനുകളും ഗംഗയും ഹരിദ്വാറുമൊക്കെ സിനിമയുടെ ലൊക്കേഷനുകളാണ്. കർണന്റെ ഡിജിറ്റൽ സ്റ്റോറി ബോർഡ് പൂർത്തിയായി. മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി ഒരുക്കുന്ന കർണൻ ഒരു അതിശയം തന്നെയാകുമെന്ന് ഉറപ്പ്.